കാർഷിക സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന കേരളക്കരയ്ക്ക് കർഷക ദിനം കൂടിയാണ് ചിങ്ങം 1. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസ പുലരിയോടെ പിറവിയെടുക്കുന്നത്. ഈ ദിനത്തിൽ ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ് കൊയ്ത് വിജയഗാഥ രചിക്കുന്ന പാലക്കാട് പനയൂർ സ്വദേശിയായ കുഞ്ഞനെ പരിചയപ്പെടാം. ചിങ്ങം പുലരുമ്പോൾ കർഷകനെ ഓർക്കാതെ കടന്നുപോകാൻ കഴിയില്ല. സമാനതകളില്ലാത്ത കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോഴും മണ്ണിലിറങ്ങി 100 മേനി കൊയ്യുന്ന കർഷകരാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. കൈപ്പക്കയും പടവലനും കുക്കുംബറും പയറുമെല്ലാം വിളഞ്ഞു നിൽക്കുന്ന ഈ പച്ചപ്പന്തലാണ് വാണിയംകുളത്തുകാർ കുഞ്ഞൻ എന്ന് വിളിക്കുന്ന ശങ്കരനാരായണന്റെ കൃഷിയിടം. 30 വർഷമായി മണ്ണിനെ സ്നേഹിച്ച് വിയർപ്പൊഴുക്കി കൃഷി ചെയ്യുന്ന കുഞ്ഞനെ മണ്ണ് ഇന്നുവരെ ചതിച്ചിട്ടില്ല. ഓരോ ദിവസം ഇടവിട്ട് നടക്കുന്ന വിളവെടുപ്പിൽ 50 കിലോയോളം പടവലനും 45 കിലോയിലധികം കൈപ്പക്കയും 15 കിലോയോളം പയറും 12 കിലോയോളം കുക്കുംബറുമെല്ലാം ലഭിക്കും. മീൻ വളം, പിന്നെ മുതിരയും ശർക്കരയും അത് ഇളക്കി പുളിപ്പിച്ചതിന് ശേഷം മരുന്നും കുറ്റിയിലാക്കി മുകളിലേക്ക് അടിച്ചു കൊടുക്കും. നമ്മൾ ഈ പന്തലിന്റെ ചോട്ടിൽ വരുമ്പോൾ ഈ ഇലകൾക്കൊക്കെ ഒരു സന്തോഷം, നമ്മളെ കാണുമ്പോൾ അങ്ങനെ ആടും. മികച്ച കർഷകനുള്ള അംഗീകാരം നിരവധി തവണ തേടിയെത്തിയ 58-കാരനായ കുഞ്ഞിന് ശാരീരിക അവശതകൾ ഏറെയുണ്ട്. പക്ഷെ കൃഷി എന്നും കുഞ്ഞിനൊരു ഹരമാണ്. നാടിനെയും മണ്ണിനെയും സ്നേഹിക്കാനുള്ള ഈ ഹരമാണ് ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ നാടിനെ കാർഷിക മേഖലയുടെ ഉന്നതിയിലേക്ക് നയിക്കുന്നത്. റിപ്പോർട്ടർ, പാലക്കാട്.